മഹാഭാരതത്തിൽ കണ്ടു നിൽക്കുന്നവരെ പോലും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു പോരാട്ടമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു പോരാട്ടം. അതായിരുന്നു ഭീമസേനൻ്റെയും ദുര്യോധനൻ്റെയും ഗദായുദ്ധം. ചില സന്ദർഭങ്ങളിൽ ഇവരിൽ ആരാണ് ശക്തൻ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്തരത്തിലുള്ള ഒരു യുദ്ധം, ദേവന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു യുദ്ധം. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കാതിരിക്കാൻ വയ്യ. ശരിക്കും ആരാണ് മഹാഭാരതത്തിലെ ഹീറോ? ചില സന്ദർഭങ്ങളിൽ ഹീറോയെപ്പോലും കടത്തിവിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അയാളാണോ ഹീറോ എന്നും തോന്നിപ്പോവും. ഇന്ന് ഭീമസേനൻ, ദുര്യോധനൻ എന്ന ഈ രണ്ട് ദിഗായന്മാരെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഗദായുദ്ധം, ഭീമസേനൻ്റെയും ദുര്യോധനൻ്റെയും ആ ഒരു ഗദായുദ്ധം ബോറി ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരതത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഏകദേശം അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ കഴിയുന്ന ഒരു രീതിക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നറേറ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പോൾ ഇന്ത്യയുടെ വളരുന്ന എക്കണോമിയിൽ പ്രതിമാസം ഒരു 2000 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ വലിയ റിസ്ക് ഒന്നുമില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ബജാജ് അലയൻസ് ലൈഫ് അവരുടെ പുതിയ സ്മോൾ ക്യാപ് ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഈ മാസം 15-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്കിതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ കഴിയത്തുള്ളൂ. അത് കഴിഞ്ഞാൽ കഴിയത്തില്ല. ഈ ഒരു സ്മോൾ ക്യാപ് ഫണ്ടുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ പൊട്ടൻഷ്യൽ ഉള്ളവയാണ്. അതുപോലെ തന്നെ ഇവിടെ റിസ്കിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട യാതൊരുവിധ കാര്യമില്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഫണ്ടിൻ്റെ ഒരു പോർഷൻ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ സെക്യൂർ ചെയ്യാനായിട്ടും പോകുന്നുണ്ട്, ബാക്കിയായിരിക്കും മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നിക്ഷേപിച്ച പൈസ സെക്യൂറുമായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് റിട്ടേണും ലഭിക്കുകയുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 516% സോൾവൻസി റേഷ്യോ. അതുപോലെ തന്നെ 1.05 ലക്ഷം കോടി രൂപയാണ് ഇവരുടെ ഫണ്ട് സൈസ് എന്ന് പറയുന്നത്. ഇവർ 2023 മെയിൽ ലോഞ്ച് ചെയ്ത സ്മോൾ ക്യാപ് ഫണ്ടും 2022 മെയിൽ ലോഞ്ച് ചെയ്ത ഫ്ലെക്സി ക്യാപ് ഫണ്ടും 59%, 39% റിട്ടേണാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2014 ലോഞ്ച് ചെയ്ത നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ക്വാളിറ്റി 50യിൽ നിങ്ങൾ 100 രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് 1070 രൂപയായേനെ. ഇനി നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 10.7 ലക്ഷം രൂപയായേനെ. NRI സുഹൃത്തുക്കൾക്കും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ. പ്രതിമാസം 18,000 രൂപ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ 2.5 കോടി രൂപയുടെ വരെ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് NAV എന്ന് പറയുന്നത് 10 രൂപയാണ്. ഓർക്കുക, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് ഇനി ആകപ്പാടെ 3 ദിവസവും കൂടെ ബാക്കിയുള്ളൂ. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഗദായുദ്ധത്തിൻ്റെ ഇടിമുഴക്കങ്ങൾ കേൾക്കുന്ന ആ രണ്ട് അതികായന്മാരെ കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലസ്കോപ്പിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ പാണ്ഡവ പക്ഷത്തിലെയും കൗരവ പക്ഷത്തിലെയും പവർ ഹൗസുകൾ, അതാണ് വൃഗോദരൻ എന്ന ഭീമസേനനും ദുര്യോധനൻ എന്ന സുയോധനനും. ആദ്യമായി ദുര്യോധനനെ കുറിച്ച് തന്നെ പറയാം. എല്ലായിടത്തും ഇയാളെ മഹാഭാരതത്തിലെ വില്ലനായിട്ടാണ് പറയുന്നത്. ഏറെക്കുറെ സത്യം തന്നെയാണ്, പുള്ളിക്കാരൻ തന്നെയാണ് വില്ലൻ. എന്നാൽ ഇതുപോലെ ശക്തനായിട്ടുള്ളൊരു വില്ലൻ ഉണ്ടായതുകൊണ്ടാണ് ഹീറോസിന് അത്രയും പ്രാധാന്യം വന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ദുര്യോധനൻ വില്ലൻ 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 എന്നും പറഞ്ഞ് നമ്മൾ കാണുമ്പോഴത്തേക്കും ഇയാളിലുള്ള ചില നല്ല ക്വാളിറ്റികൾ നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അതിലൊന്നാണ് ദുര്യോധനൻ അത്യാവശ്യം നല്ലൊരു ഭരണാധികാരിയായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയെക്കുറിച്ചുള്ള സംസാരങ്ങളിൽ കുറച്ച് മാറി സംസാരിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു ദുര്യോധനൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കർണൻ്റെ കാര്യം. ഒരുപക്ഷെ അർജുനനെ പോലെ തന്നെ കെൽപ്പുള്ള ഒരാൾ തൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാകണം ദുര്യോധനൻ ഇങ്ങനെ ചെയ്തത്. എന്നിരുന്നാൽ പോലും ആ ഒരു സംഭവം കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്ന ആ ഒരു ചിന്താഗതി മാറി ചിന്തിക്കുവാൻ അയാളെ കൊണ്ട് സാധിച്ചു. പരിവർത്തനം ഓരോ സമയത്തും ഓരോ ഭരണാധികാരികളും അവരുടെ ഭരിക്കുന്ന സമയത്ത് നല്ല നല്ല പരിവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് ഒരു ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂതപുത്രനായി എല്ലാവരും പിന്തള്ളിയ കർണനെ ബഹുമാനിക്കുകയും അംഗരാജ്യത്തിൻ്റെ രാജാവായി പട്ടാഭിഷേകം ചെയ്തതിനെയും നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ അയാളുടെ ലാഭത്തിന് വേണ്ടി ചെയ്തത് തന്നെ ആയിരിക്കാം. പക്ഷേ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, സൗഹൃദത്തിലുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ലൈഫ് ലോങ് ദുര്യോധനൻ കൊണ്ടു നടന്നു എന്നുള്ള കാര്യവും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം തൻ്റെ സഹോദരന്മാരും തൻ്റെ മാതുലനും മരിച്ചു വീണപ്പോൾ പോലും കരയാതിരുന്ന ദുര്യോധനൻ കർണൻ മരിച്ചു വീണപ്പോൾ കരഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ തൻ്റെ സഹോദരന്മാർക്ക് ഒരു നല്ല സ്നേഹമുള്ള ജ്യേഷ്ഠനായിരുന്നു ദുര്യോധനൻ. ദുര്യോധനൻ്റെ ലീഡർഷിപ്പിൽ ആ 99 സഹോദരന്മാർക്കും വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ആ ഒരു യുദ്ധഭൂമിയിൽ തങ്ങളുടെ ജീവൻ കളയാൻ പോലും അവർ തയ്യാറായിരുന്നത്. അതും നമ്മൾ എടുത്തു പറയണം. ഇനി ഒരു യോദ്ധാവെന്നുള്ള നിലയ്ക്ക് പല ആളുകൾക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമുണ്ട്. ദുര്യോധനൻ ഗദായുദ്ധത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ മഹാഭാരതത്തിൽ അമ്പെയ്ത്ത്, അതായത് ധനുർവിദ്യയിൽ അർജുനനും കർണനും ടോപ്പാണെന്നാണ് പറയുന്നത്. എന്നാൽ ഗദായുദ്ധത്തിൽ
അൺപാരലൽഡായിട്ട് ടോപ്പായിട്ട് നിൽക്കുന്ന ആളാണ് ദുര്യോധനൻ. ദുര്യോധനന് മുകളിൽ ആകെപ്പാടെ രണ്ട് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ശ്രീകൃഷ്ണസ്വാമി, മറ്റൊന്ന് ബലരാമൻ. പിന്നെ ഇനി ഇത് പറയുമ്പോഴത്തേക്കും ദുര്യോധനൻ്റെ ബോഡിയെക്കുറിച്ചും കൂടെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കർണന് കവചകുണ്ടലങ്ങളുണ്ടായിരുന്നു, അതുപോലെ അർജുനന് ഗാന്ധീവം ഉണ്ടായിരുന്നു. എന്നാൽ ദുര്യോധനൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് തൻ്റെ ശരീരം തന്നെയായിരുന്നു. കാരണം മിക്കവരും പറയുന്നത് കണ്ണ് തുറന്ന് നോക്കി തപശക്തി കൊണ്ട് ദുര്യോധനൻ്റെ ബോഡി സ്ട്രോങ് ആക്കിയെന്നാണ്. പക്ഷെ അല്ല. ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, പരമശിവൻ്റെ അനുഗ്രഹത്താൽ നിർമ്മിതമായ ശരീരമാണ് ദുര്യോധനൻ്റെത്. ദുര്യോധനൻ്റെ അപ്പർ ടോർസോ, അതായത് ഈ അരയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗം അത്രയും വജ്രസമാനമാണെന്ന് വ്യക്തമായി മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ പറയുന്നുണ്ട്. അരയ്ക്ക് താഴോട്ട് വീക്കാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഗാന്ധാരി കണ്ണു തുറന്ന് നോക്കിയത് മാത്രമല്ല, ദുര്യോധനൻ എന്ന് പറയുന്ന യോദ്ധാവിൻ്റെ ശക്തി അത്രയ്ക്കുണ്ടായിരുന്നു. മഹാബലിയായ ബലരാമനിൽ നിന്നാണ് ഭീമസേനനും ദുര്യോധനനും ഗദായുദ്ധം പഠിച്ചെടുത്തത്. ഈയൊരു ഗദായുദ്ധത്തിൽ തൻ്റെ ശിഷ്യന്മാരിൽ അഭിമന്യുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ശിഷ്യന്മാരിൽ ബലരാമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ദുര്യോധനനായിരുന്നു ബലരാമൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡൻറ്റ്. ഇതിനെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ദുര്യോധനനും ഭീമസേനനും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ച് ഞാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് ദുര്യോധനൻ ഗദായുദ്ധത്തിൽ ഒന്നാമത് നിൽക്കുന്നുവെന്ന്. ദുര്യോധനന് ശേഷം മാത്രമേ ഭീമസേനൻ ഗദായുദ്ധത്തിൽ വരികയുള്ളൂ. പക്ഷേ ഒരു ശക്തനായിട്ടുള്ള യോദ്ധാവ് ആരാണെന്ന് ചോദിച്ചാൽ ഭീമസേനൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം ഇന്നേ വരെ നിങ്ങൾ കഥകളിൽ കേട്ടിട്ടുള്ള ഭീമസേനനല്ല ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഭീമസേനൻ. കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള എന്താണ്? തടിയൽ. ഒന്നും എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് മസിൽ പവർ കാണിക്കുന്ന ആൾ അല്ലേ? ബുദ്ധി പ്രയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ കുറവെന്നും പറഞ്ഞൊക്കെയാണ് ഈ സീരിയലിലൊക്കെ കാണിച്ചിരിക്കുന്നത്. ഗത മാത്രമേ ഉപയോഗിക്കാൻ അറിയാവുള്ളൂ. എങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാഭാരതത്തിൽ പാണ്ഡവ പക്ഷത്തിൽ അർജുനൻ, അഭിമന്യു, ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് അമ്പും വില്ലും ഉപയോഗിക്കാൻ കഴിയുന്ന ആളായിരുന്നു ഭീമസേനൻ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ? അങ്ങോട്ട് പോകെ ഞാൻ പറയാം ഭീമസേനൻ്റെ മുന്നിൽ ആരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന്. ഇനി നമുക്കറിയാം, പണ്ട് ഈ ശകുനിയും ദുര്യോധനനും കൂടെ ചേർന്നിട്ട് ഭീമസേനന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്ത് നാഗങ്ങളുമായി പോരടിക്കുകയും നാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു വരദാനമുണ്ട്. എന്താ? എല്ലാ വിഷങ്ങൾക്കും ഭീമസേനൻ ഇമ്മ്യൂണായിരിക്കും, വിഷമൊന്നും തീണ്ടത്തില്ല. അതുപോലെ തന്നെ 1000 ആനകളുടെ ശക്തി ഭീമസേനൻ ഉണ്ടാകുമെന്നും അവരൊരു വരദാനം കണക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥ. എന്നാൽ ഭീമസേനനെക്കുറിച്ച് അധികം ആളുകൾക്ക് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഭീമസേനൻ ഇപ്പോൾ മഹാഭാരതത്തിൽ അതിരഥിയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഭീമസേനനെ. എന്നാൽ ഞാൻ നേരത്തെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ രഥൻ, മഹാരഥൻ, അതിരഥൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഒരു കമൻറ്റ് കണ്ടായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് കമൻ്റ് ആയിരുന്നു. എടാ ഭീമസേന, നീ അതിരഥനാണ്. അപ്പോൾ തന്നെ ഭീമസേനൻ ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാ. ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. ഭീഷ്മരാണ് ഭീമസേനനെ അതിരഥനെന്ന് പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണോ ഭീഷ്മർ ഒരു മഹാരഥനായിട്ട് അതിമഹാരഥന് സമമായിരിക്കുന്നുവോ അതുപോലെ തന്നെ ഭീമസേനൻ ഒരു അതിരഥനായിരുന്നുവെങ്കിൽ പോലും ഒരു മഹാരഥന് സമമായിരുന്നു. കാരണം അത്രത്തോളം പരാക്രമമാണ് മഹാഭാരത യുദ്ധഭൂമിയിൽ ഭീമസേനൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭീമസേനനെക്കുറിച്ച് എക്സിസ്റ്റ് ചെയ്യുന്ന ചില തെറ്റിദ്ധാരണകളുണ്ടെന്ന്. അതിൽ ആദ്യത്തെ തെറ്റിദ്ധാരണയാണ് ഭീമൻ എന്ന് പറയുന്ന പേര്. ഈ ഭീമൻ എന്ന് പറയുന്ന പേര് തടിയൻ അല്ലെങ്കിൽ വലിയ ശരീരമുള്ളവൻ എന്നുള്ള അർത്ഥമെന്നാണ് എല്ലാവരും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഭീമൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഭയപ്പെടുത്തുന്നവനെന്നാണ്. എന്തത്? ടെറിഫൈങ് ആയിട്ടുള്ള ആളെന്നാണ് അതിൻ്റെ അർത്ഥം. ഭീമസേനൻ വലിയ വലിയ സേനകളെയും ശത്രുക്കളെയും എല്ലാം ഭയപ്പെടുത്തുന്നവനെന്നാണ് ഭീമൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. പിന്നെ അത് മാത്രമല്ല, അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു ഭീമസേനൻ. അത്യാവശ്യം നല്ല ധർമ്മബോധം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഒരിക്കൽ ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് അവരുടെ ശക്തിയെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അവരെല്ലാവരും അവരുടെ ശക്തികളെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ശ്രീകൃഷ്ണസ്വാമി അവസാനം പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഭീമ, നീ പറഞ്ഞതിൻ്റെ 10,000 മടങ്ങ് ശക്തനാണ് നീ കുറച്ചാണ് പറഞ്ഞത്. 10,000 അല്ല, 1000 മടങ്ങ്. നീ പറഞ്ഞതിൻ്റെ 1000 മടങ്ങ് ശക്തനാണ് നീ. അത് നീ മനസ്സിലാക്കണം. കാരണം യുദ്ധം തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വന്ന് വീഴാൻ പോകുന്നത് അർജുനന് മേലായിരിക്കത്തില്ല, നിൻ്റെ മേലായിരിക്കും. കാരണം എല്ലാവരും നിന്നെയാണ് നോക്കിക്കാണുന്നത്. ഇത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഭീമസേനന് അസാമാന്യമായിട്ടുള്ള കമാൻഡിങ് പവറാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മഹാഭാരതത്തിൽ ചെറുപ്രായം മുതൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഏറ്റെടുത്തു തുടങ്ങിയത് ഭീമസേനനാണ്. കാരണം യുധിഷ്ഠിരന് രാജപദവി കിട്ടുന്നതിന് മുൻപ് ഭരണം എന്തെന്ന് മനസ്സിലാക്കിയ ആളാണ് ഭീമസേനൻ.
ഈ കാട്ടിൽ പോയിട്ട് ഒരു അസുരൻ ഹിഡുംബനെ കൊന്നിട്ട് അസുരന്മാരുടെ രാജാവായിട്ട് ഇരുന്നിട്ടുണ്ട്, അവിടെ രാക്ഷസന്മാരുടെ രാജാവായിട്ട് ഇരുന്നിട്ടുണ്ട് ഭീമൻ. ഇവിടെ മനുഷ്യരെ അല്ല ഭീമൻ കൺട്രോൾ ചെയ്തത്, രാക്ഷസന്മാരെയായിരുന്നു. അതുപോലെ തന്നെ ആദ്യം കല്യാണം കഴിഞ്ഞതും ഭീമനാണ്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി, തൻ്റെ യുദ്ധത്തിൽ തൻ്റെ പക്ഷം ജയിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ത്യാഗം ചെയ്ത ആളുകളിൽ ഒരാളുമായിരുന്നു ഭീമൻ. തൻ്റെ മകൻ മരിക്കും എന്ന് അറിഞ്ഞിട്ട് പോലും ഭീമൻ ഘടോത്കചനെ വിളിച്ചു വരുത്തി. എന്നാൽ ഘടോത്കചനെ കൊന്നതിന് ശേഷം ഭീമൻ ഒരു വല്ലാത്തൊരു പ്രകടനം യുദ്ധഭൂമിയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി ധനുർവിദ്യയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഭീമൻ എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾ ഭീമൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അസാമാന്യ ബുദ്ധിയുള്ള ഒരാളാണ് ഭീമനെന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പഞ്ചപാണ്ഡവന്മാരിൽ ബാക്കി 4 പേരും ചിന്തിക്കാത്തൊരു കാര്യം ഒരിക്കൽ ഭീമൻ ചിന്തിച്ചിട്ടുണ്ട്. മഹാഭാരത യുദ്ധഭൂമിയിൽ തൻ്റെ സഹോദരനായിട്ടുള്ള അർജുനന് മേലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ വരാൻ പോണത്. അതായത് നമ്മൾ ഈ കൊച്ചിലെ പഠിക്കുമ്പോഴത്തേക്കും 50-ൽ 45 മാർക്കിൽ കുറച്ച് മാർക്ക് വാങ്ങരുത്, 50-ൽ 40 മാർക്കിൽ കുറഞ്ഞ് മാർക്ക് വാങ്ങരുത്, അത് മോശമാണ് എന്നും പറഞ്ഞ് പ്രഷർ കിട്ടാറില്ലേ. ഇതിൻ്റെ ഒരു 1000 മടങ്ങായിരുന്നു അർജുനനുണ്ടായിരുന്ന പ്രഷർ. ശരിയാണ്, അർജുനന് ശക്തനായിട്ടുള്ളൊരു മകനുണ്ടായിരുന്നു, മഹാരഥനായിട്ടുള്ളൊരു മകനുണ്ടായിരുന്നു. ആരാണ്? അഭിമന്യു. അതുപോലെ തന്നെ അർജുനൻ്റെ അളിയൻ ദൃഷ്ടദ്യുമ്നൻ ചില്ലറക്കാരനല്ലായിരുന്നു. അതുപോലെ വിരാട രാജാവ്, ദ്രുപദൻ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി വന്ന് വീണിരുന്നത് അർജുനനിലായിരുന്നു. ഭീമസേനൻ ചിന്തിച്ചു, എന്തെങ്കിലും കാരണവശാൽ അർജുനൻ ക്ഷീണിച്ചു പോവുകയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അർജുനൻ ഉണ്ടാവുകയോ അർജുനൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ ഈ ധനുർവിദ്യയുടെ റെസ്പോൺസിബിലിറ്റി ആരേറ്റെടുക്കും? അതുപോലെ തന്നെ തൻ്റെ സഹോദരന് ഒരു സമാധാനം കൊടുക്കാനായിട്ട് ഒരു ബാക്കപ്പ് എന്നും പറഞ്ഞ ഒരാൾ വേണ്ടേ? അതിനു വേണ്ടി മാത്രമാണ്, ആ ഒരൊറ്റ ചിന്തയുടെ പുറത്ത് ഭീമസേനൻ 5 വർഷക്കാലം തൻ്റെ ഗദ മാറ്റി വെച്ചിട്ട് ധനുർവിദ്യ സ്വയം പഠിച്ചു. അതായത് ഇവർ ഈ കാട്ടിൽ പോയി താമസിച്ച സമയത്ത് ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം അർജുനൻ പാശുപതാസ്ത്രം മഹാദേവനെ പൂജിച്ച് മേടിക്കാനായിട്ട് പോയല്ലോ. ആ സമയത്ത് അർജുനൻ്റെ ആബ്സെൻസിൽ പഞ്ചപാണ്ഡവന്മാർ എത്രത്തോളം വൾണറബിളാണെന്ന് ഭീമസേനൻ മനസ്സിലാക്കി. അന്ന് ഭീമസേനൻ എടുത്ത തീരുമാനമാണ്, ഓക്കെ, ഞാൻ ധനുർവിദ്യ പഠിച്ചേ മതിയാകുള്ളൂ. കാരണം എന്നെ കൊല്ലാൻ ഒരുതിനും പറ്റത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. എന്നെ കൊല്ലണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും, അത് ഭീമൻ അറിയാം. കാരണം എന്താണ്? കയ്യിൽ ആയുധമില്ലെങ്കിലും പിടിച്ച് ഉരുട്ടിക്കൂട്ടി മൂലചരം ഭീമസേനന് പറ്റും, അത്ര ശക്തിയാണ്. ശ്രീകൃഷ്ണസ്വാമിയുടെ നിർദ്ദേശപ്രകാരം അർജുനൻ പരമശിവനെ പൂജിച്ച് പാശുപതാസ്ത്രം നേടിയെടുക്കാനായിട്ട് പോയല്ലോ, കുറച്ചു കാലം പോയായിരുന്നു. ആ സമയത്താണ് ഭീമസേനൻ തിരിച്ചറിയുന്നത് ധനുർധാരിയായിട്ടുള്ള ഗാന്ധീപധാരിയായിട്ടുള്ള ധനഞ്ജയനായിട്ടുള്ള അർജുനൻ ഇല്ലാത്തപ്പോൾ പഞ്ചപാണ്ഡവന്മാർ എത്രത്തോളം വീക്കാണെന്ന്. ആ സമയത്താണ് മറ്റൊരു യോദ്ധാവും ചെയ്യാൻ ധൈര്യപ്പെടാത്തൊരു കാര്യം ഭീമസേനൻ ചെയ്തത്. ഗദ മാറ്റിവെച്ച് 5 വർഷക്കാലം ഗദ മാറ്റിവെച്ച് പൂർണ്ണമായും ധനുർവിദ്യ പഠിക്കാനായിട്ട് അദ്ദേഹം ചെലവഴിച്ചു. 5 വർഷക്കാലം 5 വർഷക്കാലം കൊണ്ട് ഇയാൾ പഠിച്ചെടുത്ത ധനുർവിദ്യ വെച്ചിട്ട് ഭീമസേനൻ ഒരു മഹാരഥൻ പട്ടത്തിന് ഈക്വലായി. 5 വർഷക്കാലം കൊണ്ട് ഭീമസേനൻ പഠിച്ചെടുത്ത ധനുർവിദ്യ കൊണ്ട് അർജുനനും അഭിമന്യുവിനും ശേഷം ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പാണ്ഡവപക്ഷത്തിലെ ധനുർധാരി എന്ന് പറയുന്ന പട്ടം ഭീമസേനൻ നേടിയെടുത്തു. അതൊന്ന് മനസ്സിലാക്കാം, എത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളായിരുന്നു ഭീമസേനൻ എന്ന്. ഇതൊന്നും നമുക്ക് സീരിയലും ഒക്കെ കാണാൻ പറ്റത്തില്ല കേട്ടോ. സീരിയലിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അലറി വിളിച്ച് ഗതയുമായിട്ട് ആളുകൾ ആടിച്ചു നോക്കാൻ നടക്കുന്ന ഒരു തടിമാടനായിട്ടേ ഭീമനെ നമുക്ക് തോന്നത്തുള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ബുദ്ധിമാനായിരുന്നു, നല്ല ഒന്നാം തരം ധനുർധാരിയായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഗതയും ധനുസും രണ്ടും പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമാനാണെന്ന് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളായിരുന്നു. ദ്രൗപദിയെ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്നത് ഭീമസേനനായിരുന്നു. പക്ഷെ ദ്രൗപദിക്ക് ഏറ്റവും കൂടുതൽ പ്രണയമുണ്ടായിരുന്നത് അർജുനനോടായിരുന്നു. ഏറ്റവും കൂടുതൽ ബഹുമാനമുണ്ടായിരുന്നത് യുധിഷ്ഠിരനോടായിരുന്നു. 2-ാം ഊഴത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സെക്ഷനുണ്ട്. ഈ സൗഗന്ധിക പുഷ്പവുമായിട്ട് ഭീമസേനൻ അത് പാഞ്ചാലിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ദ്രൗപദി അത് കൊണ്ടുപോയി നേരെ ഒന്ന് നോക്ക് പോലും ചെയ്യാതെ യുധിഷ്ഠിരൻ്റെ കൊടുക്കുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ പൊടിപറ്റി വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന സൗഗന്ധിക പുഷ്പം ഭീമസേനൻ കാണുന്നു. സമയത്ത് ആ മനസ്സെന്തോരും വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളും കൂടെയാണ് ഭീമസേനൻ. പക്ഷേ യുദ്ധഭൂമിയിൽ ഇറങ്ങുമ്പോൾ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അമ്മാവന്മാർ, എൻ്റെ അപ്പുപ്പൻ, എൻ്റെ അച്ഛൻ്റെ അനിയൻ എന്നും പറഞ്ഞ് ഭീമസേനൻ കരഞ്ഞുകൊണ്ടിരുന്നില്ല. യുദ്ധത്തിൽ തൻ്റെ ധർമ്മം കൊല്ലുക, അന്തസ്സായിട്ടത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മനക്കെട്ടി അത് ഭീമസേനന് കൂടുതലായിരുന്നു. ഒരുപക്ഷെ പാണ്ഡവപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുണ്ടായിരുന്ന ആളായിരിക്കണം ഭീമസേനൻ. പേടി എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങേർക്കില്ലായിരുന്നു.
ഈ പറയുന്ന ദുര്യോധനൻ പോലും പല സ്ഥലങ്ങളിലും പേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുട്ടിക്കാലെടുത്ത് നോക്കുകയാണെങ്കിൽ പല സമയത്തും ദുര്യോധനനെയും സഹോദരന്മാരെയും കൂടെ ഭീമസേനൻ എടുത്തിട്ട് പെരുക്കുന്ന സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തിനേറെ പറയണം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളെ പോലും ഭീമസേനൻ മഹാഭാരത യുദ്ധഭൂമിയിൽ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഭീമസേനൻ്റെ ഡ്യൂറബിലിറ്റിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വേദന നല്ലതുപോലെ സഹിക്കാൻ പറ്റും, നല്ല പെയിൻ ടോളറൻസ് ആണ്, അതുപോലെ തന്നെ നല്ല ശക്തിയുമാണ്. ഒരായുധവും ഇല്ലെങ്കിൽ പോലും ആ 2 കൈ തന്നെ ധാരാളമാണ് വരുന്നവന്മാരെ അടിച്ചൊതുക്കി ഒരു മൂല വയ്ക്കാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പ്രൊഫിഷ്യൻസി ഭീമസേനനുണ്ടെന്ന്. അത് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് വനപർവം സെക്ഷൻ 188 മറ്റുള്ള യോദ്ധാക്കളൊക്കെ എങ്ങനെയായിരിക്കും? യുധിഷ്ഠിരൻ കുന്തം, അർജുനൻ വന്നിട്ട് അമ്പും വില്ലുമായിരിക്കും, ഈ ഒരു നകുല സഹദേവന്മാരെന്ന് പറയുമ്പോൾ വാളും കോടാലിയായിരിക്കും. പക്ഷെ ഭീമസേനൻ അവിടെ നടന്നിരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഗദ, അരയിലൊരു വാള്, തോളത്തൊരു വില്ല്, മുതുകത്ത് ആവനാഴിയിൽ നിറച്ച അമ്പുകൾ, ഇങ്ങനെയാണ് ഭീമസേനൻ നടന്നിരുന്നത്. കുന്തവും കൂടെ ബാക്കിയുള്ളൂ, വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും അത് വെക്കാതിരുന്നത്. അത്ര ആയുധങ്ങളും കൊണ്ടായിരുന്നു വനപർവ്വത്തിൽ പുള്ളിക്കാരൻ സഞ്ചരിച്ചിരുന്നത്. ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ മതം പൊട്ടി ഒരു ആന പോണാണെന്നൊക്കെ തോന്നുമെന്നാണ് പറയുന്നത്. അത്രത്തോളം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു. കിങ് ഓഫ് ബീസ്റ്റ് എന്നൊക്കെ പറയുന്ന കണക്കായിരുന്നു കാട്ടിലൂടെ ഭീമസേനൻ സഞ്ചരിച്ചിരുന്നത്. ഏതായുധം വെച്ചും ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട്. മറ്റുള്ള വെർഷൻസിലും സീരിയലിലും ഒക്കെ കണ്ട ഭീമസേനനല്ല യഥാർത്ഥ ഭീമസേനൻ, വേറെ ലെവലാണ്. ഇനി ദുര്യോധനൻ എങ്ങനെ വേറെ ലെവലാവുന്നു എന്നുള്ളത് അറിയണമെങ്കിൽ ഈ അവസാനത്തെ യുദ്ധം, അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും പാണ്ഡവ പക്ഷത്തിലെയും കൗരവ പക്ഷത്തിലെയും 2 ഫോർമിഡബിൾ മസിൽ പവർ ഹൗസുകൾ ഏറ്റുമുട്ടുന്നത് പോലെയായിരുന്നു. 2 പേരും അവരുടെ ഗദകൾ, ദുര്യോധനൻ്റെ ഗദയുടെ കോറ് കല്ലായിരുന്നു. കോറ് കല്ലും മെറ്റലും ഒക്കെ കൊണ്ടുള്ളൊരു ഗദയാണ് ദുര്യോധനൻ ഉപയോഗിച്ചിരുന്നത്, വജ്രം പോലത്തെ ശരീരവും. ഭീമസേനനാകട്ടെ 1000 ആനകളുടെ ശക്തിയും അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായ ഗദയിൽ സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഈ 2 ഗദയുമായി ഇവർ ഏറ്റുമുട്ടിയപ്പോൾ മറ്റുള്ള യോദ്ധാക്കളും ദേവന്മാർ പോലും നോക്കി നിന്നുവെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും ഭ്രാന്ത് പിടിച്ച 2 കാളക്കൂറ്റന്മാർ കൊണ്ടിങ്ങനെ ചേർത്ത് തലയിടിക്കുന്നത് പോലെയും 2 മതം പൊട്ടിയ ആനകൾ കൊമ്പുകൾ കോർക്കുന്നത് പോലെയും തോന്നിപ്പോവും. ഇവരിൽ ആരാണ് ശക്തനെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല. കാരണം ഇവരടിക്കുന്ന ഗദ കൊണ്ട് പ്രഹരിക്കുന്ന ആദ്യത്തെ റൗണ്ടാണ് കേട്ടോ, പല റൗണ്ടുകളൊക്കെ ഉണ്ട്. ഈ ഗദ കൊണ്ട് പ്രഹരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ശബ്ദമെന്ന് പറയുമ്പോഴത്തേക്കും ചെവി പൊട്ടിക്കുന്ന രീതിയിലെ ശബ്ദമായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് അടിക്കുമ്പോഴത്തേക്കും ഇത് തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഉരസലുകൾ പല ആളുകൾക്കും തീ വരുന്നുണ്ടോ, കൊള്ളിയാനാണോ എന്ന് തോന്നിപ്പോയി, അതായത് മിന്നലാണോ എന്ന് തോന്നിപ്പോയി. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് 2 പേരും ക്ഷീണിച്ചു. കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഡുവലിലേക്ക് ഇറങ്ങിയപ്പോൾ ഇപ്രാവശ്യം പൂർവാധികം ശക്തിയോടുകൂടിയായിരുന്നു ഭീമസേനനും ദുര്യോധനനും ഫൈറ്റ് ചെയ്തത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാഴ്ചയുണ്ട്. വൃകോദരൻ്റെ മുന്നിൽ ദുര്യോധനൻ എത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗദാധാരിയാണെന്ന്. കാരണം ഭീമസേനന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വേഗതയിൽ ദുര്യോധനൻ ഭീമസേനൻ്റെ മുന്നിൽ നീങ്ങുകയാണ്. ഭീമസേനൻ ഒരു ഭാഗത്ത് ഗദ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് തറയിൽ കൂടെ ഉരുണ്ടൊരു ഭാഗത്തോട്ട് പോയി അപ്പുറത്ത് നിന്ന് ഭീമസേനനെ പ്രഹരിക്കാൻ വരുന്നു. ഭീമസേനൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പക്ഷേ സൈമിൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി വളരെ മെയ്വഴക്കത്തോടു കൂടി ദുര്യോധനൻ ഇങ്ങനെ പോകുന്നത് കണ്ട് ഭീമസേനൻ പോലും അന്തം വിട്ട് ഇട ഇവ എന്തുവാടാ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ നോക്കി നിന്ന് പോയി. കാരണം പിടുത്തം കിട്ടുന്നില്ല. 2 പേരുടെ ഗദകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോഴാകട്ടെ തീപ്പൊരിയും വരുന്നു. അങ്ങനെ ഭീമസേനൻ്റെ തോള് ഭാഗത്ത് ഒരൊറ്റ അടിയായിരുന്നു ദുര്യോധനൻ. അത് ഭീമസേനന് നല്ലപോലെ കൊണ്ടു. ദേഷ്യമെന്ന് ഭീമസേനൻ ദുര്യോധനൻ നേരെ തൻ്റെ ഗദ വീശി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ആ അടിയെ ഗദ കൊണ്ട് പ്രഹരിക്കുന്നു. ആ സമയത്ത് ഈ ഗദകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആകാശത്ത് ഇടിമിന്നൽ പോലത്തെ ഒരു ശബ്ദം ഉണ്ടായി. ഇതിന്ന് വരുന്ന സ്പാർക്ക് ഒരുമാതിരി മിന്നലുകളൊക്കെ സ്പാർക്ക് വന്നെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു അടിയിലുണ്ടല്ലോ ദുര്യോധനൻ്റെ കയ്യിൽ നിന്ന് ഗദ അങ്ങ് പുറക്കോട്ട് പോയി. കാരണം അത്ര ഊക്കിനായിരുന്നു ഭീമസേനൻ മർദ്ദിച്ചിരുന്നത്. ഭീമസേനൻ്റെ ഇടിയെന്നൊക്കെ പറയുമ്പോൾ നല്ല ഉരുക്കനിടിയായിരുന്നു, ആൾക്ക് നല്ല ശക്തിയാണ്. പക്ഷേ ശ്രീകൃഷ്ണസ്വാമി പറയുന്നുണ്ട്, ഈ ഫൈറ്റ് കണ്ട് നിന്നപ്പോഴത്തേക്കും അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, വാസുദേവ ഇത് ആരാ ശക്തൻ, എൻ്റെ ചേട്ടൻ തന്നെയാണോ ശക്തൻ? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞേ ഒരിക്കലുമല്ല, ഇവർ 2 പേരും ഈക്വലാണ്. നമ്മുടെ ദുര്യോധനനെക്കാട്ടിയും ഭീമസേനന് മസിൽ പവറുണ്ട്, പക്ഷേ ടെക്നിക്ക് വെച്ചിട്ട് ദുര്യോധനനാണ് ടോപ്പ്. അപ്പോൾ ടെക്നിക്കും വെച്ചുകൊണ്ടിരുന്നാൽ വിവരം അറിയുമെന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. കാരണം ടെക്നിക്ക് വെച്ച് ഒരിക്കലും ദുര്യോധനനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, അത്ര ഗംഭീര ടെക്നിക്കായിരുന്നു. അതിൻ്റെ കാര്യം എന്തെന്നറിയോ, ഈ വനവാസത്തിനും കാര്യങ്ങൾക്കും എല്ലാം പാണ്ഡവന്മാർ പോയ സമയത്ത് പോലും എക്സ്പേർട്ട് ട്രെയിനിങ് ദുര്യോധനന് കിട്ടുന്നുണ്ടായിരുന്നു. ഗദായുദ്ധത്തിൽ അത്രത്തോളം ദുര്യോധനൻ തൻ്റെ പ്രൊഫിഷ്യൻസി നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിന്?
ഭീമസേനനെ അടിച്ചു കൊല്ലണമെന്നൊരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി. അതുമാത്രമല്ല കേട്ടോ, ഒന്നാന്തരം യോദ്ധാവാകണമെന്നുള്ള ആ ഒരു ഡ്രൈവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഭീമസേനൻ 5 കൊല്ലം തൻ്റെ ഗദ എങ്ങാട്ട് മാറ്റി വെച്ചിട്ട് ഗദയിൽ യാതൊരുവിധ പ്രാക്ടീസും ചെയ്യാതെ ധനുർവിദ്യ പഠിച്ചു എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പം അത്രയും കാലവും ഗദായുദ്ധത്തിലുള്ള നോളജ് ഭീമസേനന് എന്താ പറയുക ഷാർപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ സ്കില്ലെന്ന് പറയുന്ന സാധനം കത്തി പോലെയാണ്. ഉപയോഗിക്കാതെ വെച്ചാലുണ്ടല്ലോ അതൊന്നിലെ തുരുമ്പടിച്ചു പോവും, അല്ലെങ്കിൽ ബ്ലണ്ടായിപ്പോവും. ഇപ്പോൾ നിങ്ങളൊരു ഡാൻസറോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റോ ആണെന്നിരിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ നല്ലതുപോലെ ഡാൻസ് ചെയ്ത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോയ്ക്ക് നല്ല 100K വ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഈ ഡാൻസർ വിചാരിക്കണം, ഇത്ര വ്യൂസൊക്കെ കിട്ടി, ഞാൻ ടോപ്പാണ്, ഇനി പതുക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മാറിയാൽ പതുക്കെ കഴിവ് അങ്ങോട്ട് കുറഞ്ഞു പോകും. ഇപ്പോൾ ഡാൻസ് പഠിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഡാൻസ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ക്ലാസിക്കൽ ഡാൻസൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് കാലം ബ്രേക്ക് എടുത്തിട്ട് അത് വീണ്ടും പഠിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഭയങ്കര പാടായിരിക്കും. സെയിം തിങ് അപ്ലൈസ് ടു ആൻ ആർട്ടിസ്റ്റ്. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എനിക്കിത്ര ഇത് കിട്ടുന്നുണ്ട്, ഇതൊക്കെ മതി എന്നും പറഞ്ഞിരുന്നാൽ ഡെവലപ്പ് ആവത്തില്ല. എത്രത്തോളം പെർഫോം ചെയ്യുന്നു, എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, അതിനനുസരിച്ച് മാത്രമേ കല, സ്കില്ല് ഇതൊക്കെ ഷാർപ്പനായി വരികയുള്ളൂ. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഭീമന് പറ്റിപ്പോയതും. 5 വർഷക്കാലം ചേട്ടൻ ഗദ എങ്ങാട്ട് മാറ്റി വെച്ച് ഈ സമയത്ത് ദുര്യോധനൻ ഗദയിൽ നല്ലതുപോലെ ബലരാമൻ്റെ അടുത്ത് പോയി പഠിച്ച് പ്രൊവിഷൻസ് നേടിക്കൊണ്ടിരുന്നു. ഇതുകൊണ്ട് തന്നെ ദുര്യോധനൻ അവിടെ ഒരു ഇംപെക്കബിളായിട്ടുള്ള യോദ്ധാവിനെ കണക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഭീമസേനൻ ഒരു തവണ കൂടെ ഗദ കൊണ്ട് വീശിയപ്പോഴത്തേക്കും ദുര്യോധനൻ്റെ കയ്യിൽ നിന്ന് ഗദ നിലത്ത് വീണു. ഇത് കണ്ടപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഭീമസേനനെ ജയ് വിളിച്ചു. ഇത് ദുര്യോധനന് നല്ല ദേഷ്യം വന്നിട്ട് ദുര്യോധനൻ എണീച്ച് നോക്കിയ നോട്ടത്തിൽ അവിടെ ഭീമനല്ലാതെ ആര് നിന്നിരുന്നെങ്കിലും ദഹിച്ചു പോയേനെ എന്ന് പറയുന്നുണ്ട്. ആ രീതിക്ക് നോക്കി, എന്നിട്ട് പ്രത്യേക ഒരു രീതിക്ക് മൂവ് ചെയ്ത് ഭീമസേനൻ്റെ അടുത്ത് നിന്നിട്ട് ഭീമസേനൻ്റെ തലയ്ക്കൊരടി അടിച്ചു. ഇപ്പോഴാണ് ദുര്യോധനൻ പോലും അത്ഭുതപ്പെടുന്നൊരു സംഭവം. ഭീമസേനൻ്റെ തലയ്ക്കടിയുണ്ട്. ഭീമസേനൻ അനങ്ങാതെ അവിടെ നിന്നു, ഒരടി പോലും പുറക്കോട്ട് പോയില്ല. ഇത് കണ്ട ആളുകൾ അന്തം വിട്ടുപോയി. അവിടെ ഉണ്ടായിരുന്ന അത്ര പടയാളികളും തങ്ങളുടെ ആയുധം നിലത്ത് വെച്ച് മുട്ടുകുത്തി ഭീമസേനനെ റെസ്പെക്റ്റ് ചെയ്തു. കാരണം ആ ഒരു അടിയിൽ അനങ്ങാതെ, മുഖത്തൊരു എക്സ്പ്രഷനും മാറാതെ ഭീമസേനൻ നിന്നു. എന്നാൽ ഇതിനുശേഷം വളരെ ഭാരം കൂടിയ തൻ്റെ ഗദയെടുത്ത് ഭീമസേനൻ ദുര്യോധനനെ പ്രഹരിച്ചു. എന്നാൽ അതിതന്ത്രപരമായിട്ടുള്ളൊരു ടെക്നിക്കിലൂടെ ഭീമസേനനെ തെറ്റിദ്ധരിപ്പിച്ച്, ഭീമസേനനെ ഗദായുധത്തിൻ്റെ രീതികളിൽ ഒരു പറ്റിക്കൽ നടത്തിയിട്ട്, ഭീമസേനനെ ഒന്ന് പറ്റിക്കുന്നുണ്ടേ, സെയിം ടെക്നിക്ക് പെട്ടെന്ന് മാറ്റിയിട്ട് ഭീമസേനൻ്റെ നെഞ്ചിനെ അടിച്ചെന്ന് കയറ്റിക്കൊടുത്തു ദുര്യോധനൻ. ഈ അടി ഭീമസേനനെ നല്ലപോലെ കൊണ്ടു. ഇത് എന്താ പറയുക, അന്തം വിട്ടുപോയി ഭീമസേനൻ, അന്തം വിട്ടങ്ങ് ഇരുന്നു പോയി. അപ്പോൾ ഇവിടെ ഭീമസേനന് തൻ്റെ സെൻസ് പോയതുപോലെ കുറച്ച് നേരം നിന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിച്ചിട്ട് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു പ്രയോഗം നടത്തി ദുര്യോധനൻ്റെ തോള് ഭാഗത്ത് ഒരൊറ്റ അടിയടിച്ചു. ആ ഒരു അടിയിൽ ദുര്യോധനൻ മുട്ടുകുത്തിയിരുന്നു പോയി. നല്ല വേദനിച്ചു ദുര്യോധനന്. ഇത് കണ്ട ആളുകൾ വീണ്ടും ആർപ്പ് വിളിച്ചപ്പോഴത്തേക്കും ദുര്യോധനന് ദേഷ്യം വന്നു. വീണ്ടും തൻ്റെ വ്യത്യസ്തമായ ടെക്നിക്കിലൂടെ അല്പം കുറച്ച് കുരുത്തക്കേടൊക്കെ കാണിച്ച് ഭീമസേനനെ ദുര്യോധനൻ അടിക്കുകയാണ്. ഇപ്രാവശ്യം തലയടിച്ച് തല പൊളിഞ്ഞു. ഈ ഒരു കാഴ്ച കണ്ടിട്ട് സഞ്ജയൻ പറയുന്നുണ്ട് ഈ ധൃതരാഷ്ട്ര അടുത്ത്, 2 പേരും ദേഹത്ത് രക്തം നിറഞ്ഞിട്ട്, തങ്ങളുടെയും ശത്രുക്കളുടെയും രക്തം നിറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്നു. നല്ല ഭംഗിയുണ്ട് കാണാനെന്ന്. പക്ഷേ നെറ്റി പൊട്ടി രക്തം വന്നുകൊണ്ടിരിക്കുന്ന മൃഗോദരനെ കണ്ടാൽ തല പൊട്ടി നിൽക്കുന്ന ഒരു തലയിടുപ്പുള്ള ആനയെപ്പോലെ തോന്നിപ്പോകുന്നു. പക്ഷേ ഈ സമയത്ത് ഭീമസേനന് നല്ല വേദന എടുക്കുന്നുണ്ട്. പക്ഷെ അത് മുഖത്ത് കാണിച്ചില്ല. മുഖത്ത് കാണിക്കാതിരുന്നത് കൊണ്ട് തന്നെ ദുര്യോധനൻ ശക്തമായ ഒരു അടി കൊടുത്ത് ഭീമസേനനെ നിലംപരിശാക്കുന്നതിന് പകരം ചെറിയ അടി കൊടുത്ത് ഭീമസേനനെ ഒന്ന് ക്ഷീണിപ്പിക്കാമെന്ന് വിചാരിച്ച പ്രഹരിക്കാനായി വന്ന സമയത്ത് ഭീമസേനൻ അതിവേഗത്തിൽ ഒഴിഞ്ഞു മാറി ദുര്യോധനൻ ഒരൊറ്റ പ്രഹരം നെഞ്ചാങ്കുടിക്ക് കയറ്റി കൊടുത്ത് ഗദ വെച്ച്. ഇത് ദുര്യോധനൻ്റെ കിളി പറത്തിയെന്ന് മാത്രമല്ല, നിലത്ത് വീണ് അവിടെ കിടന്ന് വിറച്ച് ദുര്യോധനൻ കുറച്ച് നേരം. അത്രയ്ക്ക് വേദനയുണ്ടായിരുന്നു. കാരണം ഈ ഗദ ഫൈറ്റ് അത്ര ബ്രൂട്ടൽ സാധനമാണ്. ഞാൻ പറഞ്ഞത് ഏറ്റവും ബ്രൂട്ടലാണ്. ഈ സമയത്ത് 2 പേരുടെ ദേഹത്തിന് രക്തമാണ്, മുഖത്തൊക്കെ രക്തമാണ് എല്ലാവരുടെയും. പക്ഷേ ഇവർ 2 പേരും വേദന കടിച്ചു പിടിച്ച് ഫൈറ്റ് ചെയ്യുക. ഇപ്പോൾ ദുര്യോധനൻ വജ്രതുല്യമായിട്ടുള്ളൊരു ശരീരവും കൂടിയാണ്. കൃഷ്ണനും അർജുനനും സംസാരിച്ചിട്ട് പറയുന്നു, ഇതിപ്പോൾ എന്താ ചെയ്യുക, തുടയിലടിക്കുക എന്ന് വിചാരിച്ചാൽ അത് ഗദായുദ്ധ പ്രകാരം ധർമ്മമല്ല. കൃഷ്ണൻ ചോദിച്ചു, നിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ദുര്യോധനൻ അവൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് ധർമ്മം കാണിച്ചിട്ടുള്ളത്? ചെറുപ്പത്തിൽ. ആ ഒരു ദുര്യോധനൻ ഭീമസേനന് വിഷം കൊടുത്തു കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. ധർമ്മമാണാടേ. അതുപോലെ തന്നെ കൃഷ്ണൻ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചു, നിങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോൾ അരക്കില്ലത്തിലിട്ട് നിങ്ങളെ കൊല്ലാൻ നോക്കി, അതുകൊണ്ട് അധർമ്മം കാണിച്ചവൻ്റെ അടുത്ത് തിരിച്ചൊരു അധർമ്മം കാണിച്ചെന്നും പറഞ്ഞ് ഒരു കുഴപ്പമില്ല. പിന്നത് മാത്രമല്ല,
മറ്റൊരു ലൂപ്പ് ഹോളും കൂടെ ഉണ്ട്. കൃഷ്ണൻ ലൂപ്പ് ഹോളുകൾ കണ്ടുപിടിക്കുന്ന ആളാണല്ലോ. മറ്റൊരു ലൂപ്പ് ഹോളും കൂടെ ഉണ്ട്. അന്ന് പാഞ്ചാലി വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ നിങ്ങൾ 4 സഹോദരന്മാരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭീമസേനൻ മാത്രമേ പറഞ്ഞുള്ളൂ, ദുര്യോധന നിൻ്റെ ഗത കൊണ്ട് നിൻ്റെ തുട ഞാൻ തല്ലി പൊട്ടിക്കുമെന്ന്. അപ്പം അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ കിടപ്പുണ്ട്. നമ്മുടെ ഭീഷ്മർ ഒരു സത്യപ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഭീമനും ഈ ഒരു തുട തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞൊരു സത്യപ്രതിജ്ഞ എടുത്തിട്ടുള്ളതുകൊണ്ട് ആ സത്യപ്രതിജ്ഞ സാധിക്കുക എന്നുള്ളത്, അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഒരു ധർമ്മമാണ്. അപ്പോൾ ഭീമസേനൻ്റെ ഭാഗത്തൊരു ധർമ്മം വരും, അതുകൊണ്ടൊരു അധർമ്മം കാണിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് കൃഷ്ണൻ പറയും. ഇത് കേട്ട ഉടനെ തന്നെ അർജുനൻ ഭീമസേനൻ്റെ ഡയറക്ഷനിൽ നോക്കി ഒരു ശബ്ദമുണ്ടാക്കി. ഭീമസേനൻ അർജുനനെ നോക്കിയപ്പോഴത്തേക്കും അർജുനൻ കൈകൊണ്ട് ഇങ്ങനെ തുടയിൽ തട്ടി കാണിച്ചു ഭീമസേനൻ്റെ. അപ്പോൾ ഭീമസേനന് ഓർമ്മ വന്നു, ഇവരുടെ തുട തല്ലി പൊളിക്കാതെ ഞാൻ സത്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ലൂപ്പ് ഹോൾ ഇപ്പോൾ ശരിയാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് അത്രയും നേരവും ഭീമസേനൻ ദുര്യോധനൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈൽ നോക്കി മനസ്സിലാക്കി. ഭീമസേനന് മനസ്സിലായ ഒരു പ്രത്യേക രീതിക്ക് ഞാൻ പ്രഹരിച്ചാൽ ഒരു പ്രത്യേക രീതിക്ക് മാത്രമേ ഇവനത് കൗണ്ടർ ചെയ്യുകയുള്ളൂ. ടെക്നിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് മനസ്സിലാക്കിയിട്ട് ഭീമസേനൻ ഒരാനയുടെ മസ്തകത്തിൽ ആഞ്ഞടിക്കുന്ന സിംഹത്തെപ്പോലെ ഗത ഇങ്ങനെ വീശിക്കൊണ്ട് ദുര്യോധനൻ്റെ അടുത്ത് ചെന്നു. ദുര്യോധനൻ 2 കാലും പൊക്കി ചാടിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഡയറക്ഷൻ മാറ്റി തുടകളിലേക്ക് അടിച്ച് കയറ്റി കൊടുത്തു. ഈ ഒരു ഒറ്റ അടിയിൽ ദുര്യോധനൻ്റെ തുടകളുടഞ്ഞു, കാല് ഫ്രാക്ചറായി നിലത്ത് വീണു. ഈ ഒരു ഗംഭീര യുദ്ധം അവിടെ അരങ്ങേറിയത് കൊണ്ട് തന്നെ ദേവന്മാർ പുഷ്പവർഷം നടത്തിയെന്നാണ് പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ളൊരു യുദ്ധം 2 മനുഷ്യർ നടത്തുക എന്ന് പറഞ്ഞ മഹാഭാരത യുദ്ധത്തിൽ പോലും കർണനും അർജുനനും ഏറ്റുമുട്ടിയപ്പോൾ പോലും ഇത്രയും വാലർ, വീര്യം 2 പക്ഷത്തിലും കട്ടയ്ക്ക് കട്ട നിൽക്കുന്നൊരു സാധനം, ഒരു യുദ്ധം വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു യുദ്ധം. ഞാൻ പറഞ്ഞില്ലേ, വളരെ ബ്രൂട്ടലായിട്ടുള്ള യുദ്ധമായിരുന്നു. അധർമ്മം ചെയ്തുവെങ്കിലും അവിടെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. അപ്പം ഇതിന് പല ആളുകളും പലത് പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള യോദ്ധാക്കന്മാരിൽ ഒരാൾ അത് ഭീമൻ തന്നെയാണ്. ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒരു യോദ്ധാവ്, ഒരു ധനുർധാരിയെന്നോ ഗദാധാരിയോ എന്നോ പറയാതെ ഒരു വോറിയർ എന്ന് ക്ലാസ് ചെയ്താൽ ഭീഷ്മരും ഭീമനും ഒക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവർ വരുള്ളൂ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ബജാജ് അലയൻസ് ലൈഫിൻ്റെ ആ ഒരു NFO, അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന 15-ാം തീയതി മാത്രമാണ്. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു NFOയിൽ നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകളും അതുപോലെ റിട്ടേൺ ഓഫ് മോർട്ടാലിറ്റി, ഫ്രീ ലൈഫ് കവർ എന്നിങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്. ഉറപ്പായിട്ടും അതൊന്ന് നോക്കുക. ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് ഇനി ആകെപ്പാടെ 3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ ബൈ.